നമസ്കാരം. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാവ് അനൂപ് ആന്റണിയെ പരിഹസിച്ചുകൊണ്ട് റിപ്പോർട്ടറിലെ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ ഇട്ട പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പരിഹാസ ശരങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് സമൂഹ മാധ്യമത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ പാലിക്കേണ്ട നീതിബോധവും നൈതികതയും നിഷ്പക്ഷതയും ഒന്നും തന്നെ കാണിക്കാതെ എല്ലാവരെയും പരിഹസിക്കുന്ന രീതിയിലേക്ക് ബി.ജെ.പി. നേതാക്കളെ വെറും കൊച്ചാക്കി കാണിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ അരുൺകുമാർ മാറുന്നത് അത്യന്തം ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പല പോസ്റ്റുകളും വരുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനും ആയ അനിൽ നമ്പ്യാർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇട്ട പോസ്റ്റാണ്. മരം മുറിയന്മാരുടെ ചാനലിലെ ഈ നാറിയുടെ മുന്നിൽ തല നീട്ടിക്കൊടുക്കാൻ ബി.ജെ.പി. പ്രതിനിധികൾ ഇനിയും പോകണം. അവിടെ ഗർജിക്കുന്ന ഒരു പെൺസിംഹമുണ്ടെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ നമ്മുടെ ആളുകൾ ഇനിയും തള്ളിമറിക്കണം. ലെവന്മാരുടെ പ്രചരണ ബസ്സിൽ എല്ലാ സ്റ്റോപ്പിൽ നിന്നും ബി.ജെ.പിയുടെ സമുന്നത നേതാക്കൾ ക്യൂ നിന്ന് കയറണം. അങ്ങനെ റീച്ച് കൂട്ടി ഈ ഫ്രോഡുകളെ എന്നും നമ്പർ 1 ആക്കി നിലനിർത്തണം. 24 ന്യൂസ് ചാനലിൽ 24 ന്യൂസ് ചാനലിൽ ഇരിക്കുമ്പോൾ മരമുറി സഹോദരന്മാരെ പരസ്യമായി പച്ചയ്ക്ക് കാട്ടുകൊള്ളന്മാരെന്ന് വിളിച്ച ശേഷം അവരെറിഞ്ഞുകൊടുത്ത എല്ലിൻ കഷ്ണം നക്കാനായി സാറന്മാരെ എന്ന് നീട്ടി വിളിച്ച് റിപ്പോർട്ടറിൽ പോയി കുരയ്ക്കുന്ന ലെവന്റെ ധാർമ്മികത അളക്കാൻ പാഴൂർ പടിപ്പര വരെയൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അനിൽ നമ്പ്യാർ. ബി.ജെ.പി. നേതാക്കൾ റിപ്പോർട്ടർ ടിവിയിൽ ചർച്ചയ്ക്ക് പോകുന്ന ആ ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഇപ്പോ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചർച്ച ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് ഒരുതരം പിന്മാറലാകും, അല്ലെങ്കിൽ ഒരുതരം തോറ്റുകൊടുക്കലാകും എന്ന ഒരു അഭിപ്രായം ഈ ഒരു പോസ്റ്റിനോട് നമുക്കുണ്ട്. ഒരു ചെറിയ വിയോജിപ്പ്. കാരണം CPM-ന്റെ നേതാക്കളാരും ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോണാണ് ചർച്ചയ്ക്ക് വിളിച്ചത് എങ്കിൽ ചെല്ലില്ല, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടെങ്കിലും ചെല്ലില്ല. കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി സഖാക്കൾക്കില്ല, CPM-നില്ല, എത്ര ന്യായീകരണ ക്യാപ്സ്യൂൾ വിഴുങ്ങിയാലും. അപ്പം ബി.ജെ.പി. ഇത് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി. ഭയന്ന് പിന്മാറി എന്ന രീതിയിൽ അവർ അതിനെ മാറ്റിയെടുക്കും. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം. തത്സമയ ചർച്ചയാണ്. അദ്ദേഹം ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇടപെടുമായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ചാനൽ ചർച്ചയ്ക്ക് പോകണം എന്ന ഒരു അഭിപ്രായം ഈ ഒരു പോസ്റ്റിനോട് കുഞ്ഞ് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം, അനിൽ നമ്പ്യാരുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. ഇതുപോലെ 24 ന്യൂസിൽ ഇരുന്നിട്ട് ഈ മുട്ടിൽ മരമുറി കേസിൽ കുറ്റാരോപിതരായ വ്യക്തികളെ ഇരുന്ന് തേജോവധം ചെയ്തിട്ട് പിന്നീട് അവർ ഇട്ടുകൊടുത്ത എല്ലിൻ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ അവർ കൊടുത്ത ജോലി സ്വീകരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടിവിയിൽ പുതിയ ചാനൽ ലോഞ്ച് ആയപ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയ ആ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പരിപാടിയൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കളെ, സംഘത്തിന്റെ RSSന്റെ സമുന്നതരായ നേതാക്കളെയൊക്കെ അപഹസിക്കുന്ന രീതിയിലുള്ള പല ചാനൽ ചർച്ചകളിലും പല അവതാരകരും ആ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, ഇതിനു മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ബി.ജെ.പി. ആ ഒരു ചാനൽ ചർച്ചകളോ ബഹിഷ്കരിക്കണം എന്നുള്ളതല്ല, ശക്തമായ മറുപടി കൊടുക്കാൻ, ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു മറുപടി കൊടുക്കാൻ തീർച്ചയായിട്ടും ബി.ജെ.പി. നേതാക്കൾ തന്നെ കടന്നു വരണം. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ മുതിർന്ന നേതാക്കൾ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ മറുപടി ഈ മാധ്യമ പ്രവർത്തകന് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയം വ്യാപകമായി ചർച്ചയാവുകയാണ്. ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കളെ അപഹസിക്കുന്ന രീതിയിലേക്ക് ഒക്കെ മാധ്യമ പ്രവർത്തകർ, ഒരു മാധ്യമത്തിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അയാൾ ഈ ഇത്തരത്തിൽ പലതരത്തിൽ പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ പുറകെ കൂടെ വളഞ്ഞ് മൂക്കിൽ പിടിച്ചുകൊണ്ടും ഒക്കെ തന്നെ ബി.ജെ.പി. നേതാക്കളെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിലപാടുകൾ ഈ മാധ്യമ പ്രവർത്തകൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ഇത് ഇപ്പോൾ മാധ്യമ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തകനെ അനുകൂലിക്കുന്നവരുമുണ്ട്. ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടുന്നവരും അല്ലെങ്കിൽ കൂക്കി വിളിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. ബി.ജെ.പി. ചർച്ചകൾക്ക് പങ്കെടുത്ത് ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യക്തമായ മറുപടി കൊടുക്കണം എന്ന ഒരു അഭിപ്രായമാണ് നമുക്ക് ഉള്ളത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്.
കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.